ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഒരേപോലെ ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു ദം ചായ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ചിലരെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വന്നത് ഇറാനി ചായയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ സ്റ്റീൽ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 ടീസ്പൂണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചായക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3-4 ഏലക്ക ചതച്ചതും അതുപോലെ 2 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് ആ ഒരു തുണി താഴേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് വെക്കുക, തുണി വെക്കാനായിട്ട്. എന്നിട്ട് ഒരു കുക്കർ എടുക്കുക, വലിയൊരു കുക്കർ തന്നെ എടുക്കുക. കുക്കർ കണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ. വലിയൊരു കുക്കർ എടുക്കുക എന്ന് വെച്ചാൽ വെള്ളം മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലാണ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഞാൻ ദം ചായ എന്ന് ആദ്യം തന്നെ വിശേഷിപ്പിച്ചത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് അതവിടെ വിസിൽ വരുന്നുണ്ട്. ആ ഒരു സമയം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 2-2.5 ഗ്ലാസ് അളവിലുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു 2 ഗ്ലാസ് പിന്നെ കുറച്ചും പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 5 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിരിക്കും, സൂക്ഷിച്ചിട്ട് എടുക്കുക. മെല്ലെ എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ആ ഒരു തേയിലയുടെ എല്ലാ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഞാനിതുപോലെ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണിത് പിഴിഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു തേയില വെള്ളം നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കടുപ്പത്തിലുള്ള ചായ തന്നെ വേണം. അപ്പോൾ ഞാനിത് ഏകദേശം കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പിനൊരു 3 ഗ്ലാസ് കറക്റ്റായിരുന്നു ഈ ഒരു ചായ കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കടുപ്പത്ത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ആദ്യം ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഈ ഒരു തേയില മിക്സ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഈ ഒരു പാലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറിലുള്ള ഒരു ചായ തന്നെയാണിത്. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി 2 ഗ്ലാസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ടൈം കുറേ പിടിക്കും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്